പ്രശാന്ത് ഏട്ടാ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ടുള്ള വെടിനിരത്തൽ കരാറ് നിലവിൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഹമാസിലും അതോടൊപ്പം തന്നെ ഇസ്രായേലിലൊക്കെ ഒരു ശാന്തതയുടെ അന്തരീക്ഷം ഇതിൻ്റെ ഭാഗമായിട്ട് ഉടലെടുക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ബന്ദികളെ മോചിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യത്തിൽ ഏർപ്പെടുകയാണ് ഇരു രാജ്യങ്ങളും. അപ്പോൾ യഥാർത്ഥത്തിൽ എത്ര ബന്ദികളെ നിലവിൽ ഹമാസ് മോചിപ്പിച്ചിട്ടുണ്ട്? അത്തരം കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ താൽക്കാലികമായി ഒരു വെടിനിർത്തൽ വന്നിരിക്കുകയാണ്. വെടിനിർത്തൽ ഉണ്ടാകും എന്ന് പ്രഖ്യാപനം വന്നതിന് ശേഷവും ചില ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഇവരെ പൂർണ്ണമായിട്ടും ഹമാസിനെ വിശ്വസിക്കാൻ സാധിക്കില്ല. ഇവരെ ബന്ദികളെ മോചിപ്പിക്കും എന്ന പരിപൂർണമായ വിശ്വാസം ഞങ്ങൾക്കില്ല എന്ന ഒരു നിലപാടെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ അത്തരം കൃത്യങ്ങളിലേക്ക് കടന്നത്. വീണ്ടും അവിടെ ആക്രമിക്കുകയും വെടിനിർത്തൽ ലംഘിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അവിടെ വെടിനിർത്തൽ താൽക്കാലികമായിട്ടെങ്കിലും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 471 ദിവസങ്ങൾക്ക് ശേഷം ഈ ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒന്നാം ദിവസം 3 ഇസ്രായേലി വനിതകളെയാണ്, ചെറുപ്പക്കാരികളാണ് മോചിപ്പിക്കപ്പെട്ടത്. ഞാൻ അവരുടെ വിശദാംശങ്ങൾ പറയാം. അവർ 2023 ഒക്ടോബർ 7 തന്നെ ബന്ദികളാക്കപ്പെട്ടവരാണ്. അതിൽ ഒന്നാമത്തത് എമിലി ഡമരി 24കാരി, പിന്നെ റോമി ഗോനൻ അത് 28കാരി, പിന്നെ ഒരാൾ ഡോറൻ സ്റ്റെയിൻ ബ്രേഷർ അത് 31 വയസ്സുള്ള ഒരു യുവതി. ഇവർ 3 പേരെയുമാണിപ്പോൾ ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയിരിക്കുന്നത്. റെഡ് ക്രോസ് വഴി അവർ തിരിച്ച് അവരുടെ വീടുകളിലെത്തി ഒപ്പം കൂടുതൽ ആരോഗ്യകരമായ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അവരുടെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ആരോഗ്യ വകുപ്പിന് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അതിൻ്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ വാഹനത്തിൽ തന്നെയാണ് ഇവരെ കൊണ്ടുവന്ന് ഇവർ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വെച്ച് റെഡ് ക്രോസിന് കൈമാറിയിരിക്കുന്നത്. ഇതാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനിയും നിരവധി ഇസ്രായേലികൾ മോചിപ്പിക്കപ്പെടാനുണ്ട് എന്ന് തന്നെയാണ് വിവരം. അത് ഇവരും പറയുന്നുണ്ട്. എന്തായാലും ഈ 2023 ഒക്ടോബർ 7 250-ലധികം ഇസ്രായേലികളെയാണ് ഇവർ ബന്ദികളാക്കിയത്, ഹമാസ് ബന്ദികളാക്കിയത്. അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. നേരത്തെ അറിയാമല്ലോ, ഒരു സംഗീത നിശ, നോവ എന്ന് പറഞ്ഞ ഒരു സംഗീത നിശ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ്, ആ മൈതാനത്ത് നിന്നാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോയത്. ഒപ്പം ആ അതിർത്തിയിൽ, ഇത് ഈ ഇസ്രായേൽ ഈ പറയുന്ന പോലെ പാലസ്തീൻ അതിർത്തിയാണ്, ആ അതിർത്തിയിൽ ചില അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ശരിക്കും ഒരു കാർഷിക ഗ്രാമമാണ്. ഈ സമൂഹ കൃഷി നടക്കുന്ന ഒരു കാർഷിക ഗ്രാമമാണത്. അതിൻ്റെ പേര് വളരെ നേരത്തെ തന്നെ അത് പുറത്തു വന്നതാണ്. അതായത് ഞാനതിപ്പോൾ പറയാം. കിബുട്സ് എന്ന് പറയുന്ന ഒരു വില്ലേജാണത്. ആ വില്ലേജിൽ നിന്നാണ് ഇവരെ തട്ടിക്കൊണ്ടു പോയത്. അവിടെ നടന്ന സംഗീത നിശ അലങ്കോലമാക്കിയാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതിൽ ഈ റോമി ഗോനൻ തിരിച്ചു വന്നതിന് ശേഷം അവർ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അന്ന് രാവിലെ ഈ ആക്രമണം ഉണ്ടായി, ഇവർ 5 മണിക്കൂറോളം അരക്ഷിതാവസ്ഥയിലായിരുന്നു. ഈ 5 മണിക്കൂറിനിടയ്ക്ക് ഇവരുടെ അമ്മ, ഈ റോമി അമ്മയോടും, അവരുടെ അമ്മയുടെ പേര് മെറാവ് എന്നാണ്, മൂത്ത സഹോദരിയോടും സംസാരിച്ചുകൊണ്ടിരുന്നു തൻ്റെ മൊബൈലിൽ. ഇങ്ങനെ ആക്രമിക്കുന്നു, ഞങ്ങളെല്ലാം കൊല്ലും, ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ ആശങ്കപ്പെടുന്നുണ്ട്. അപ്പോൾ അമ്മ ധൈര്യപ്പെടുത്തി, ഒന്നും വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഒരാപത്തും സംഭവിക്കില്ല, ഇസ്രായേലി സൈന്യം നമ്മളെ രക്ഷിക്കും, പിന്നെ നിങ്ങൾ ധൈര്യം കൈവിടാതിരിക്കുക എന്നായിരുന്നു ഈ അമ്മ മറുപടി പറഞ്ഞത്. പക്ഷേ ഈ ഹമാസ് ഭീകരർ വന്ന് ഇവരെ തട്ടിക്കൊണ്ടുപോയി. റോഡിലെ കാറുകളൊക്കെ തകർന്നു കിടക്കുന്നത് അവർ കണ്ടിരുന്നു. വലിയ ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഈ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം ഇസ്രായേൽ സൈന്യത്തിന് അങ്ങോട്ടേക്ക് കടന്നു കയറാതിരിക്കാൻ തക്കവണ്ണം വഴിയിൽ വലിയ തടസ്സങ്ങൾ ഇവർ ഉണ്ടാക്കിയിരുന്നു, ഈ തട്ടിക്കൊണ്ടുപോയ ഹമാസിൻ്റെ ആൾക്കാർ. അപ്പോൾ അതിനിടയ്ക്ക് ഇവർക്ക് പലർക്കും വെടിയേറ്റിരുന്നു, മുറിവേറ്റിട്ടുണ്ട്, രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അവർ പറയുന്നു, റോമി പറയുന്നത്, ഞാൻ ശരിക്കും മരണത്തെ മുഖാമുഖം കണ്ടു എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയോ ജീവൻ രക്ഷപ്പെട്ടു, ഇപ്പോൾ ഇതാ മോചിപ്പിക്കപ്പെട്ടു. അവസാനമായിട്ട് ഈ അമ്മയുമായിട്ട് സംസാരിച്ച സമയത്ത് അമ്മ കൊടുത്ത ആ ധൈര്യമാണ്, അമ്മ പറഞ്ഞ വാക്കുകളാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ ഭയം കൊണ്ട് മരിച്ചു പോകുമായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ 15 മാസം ഈ മെറാവ്, അതായത് റോമിയുടെ അമ്മ, നിരന്തരം ഇസ്രായേലി ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ മകളുടെ മോചനത്തിന് വേണ്ടിയും മറ്റു ബന്ദികളുടെ മോചനത്തിന് വേണ്ടിയും ഒക്കെ അവർ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല അവർ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടെയെല്ലാം
ഈ ഒരു എന്താ പറയേണ്ട ബന്ദികളുടെ മോചനത്തിന് വേണ്ടുന്ന നടപടികൾ രാജ്യാന്തര സമൂഹത്തിൽ നിന്ന് വലിയ തോതിൽ പിന്തുണ, സമ്മർദ്ദം ഒക്കെ ഉണ്ടാകണം എന്ന് അവരാവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ വളരെ എന്താ പറയേണ്ട ക്രിയാത്മകമായിട്ട് ഈ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഈ റോമിയുടെ അമ്മ മെറാവ്. അപ്പോൾ അവർ പറയുന്നു, അവരവസാനം ഇന്നിപ്പോൾ പറഞ്ഞു നിർത്തിയത്, എല്ലാ ദിവസവും ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നത് മകൾ തിരിച്ചു വരുന്നു എന്ന സ്വപ്നവും കണ്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നെഴുന്നേറ്റിരുന്നത് എന്ന് ആ അമ്മ സന്തോഷത്തോടെ പറയുന്നു. അതുപോലെ എമിലി ഡമരി, 28 വയസ്സുകാരി, അവരും ഈ കിബുട്സ് കഫാർ അസ, അതാണ് ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ പേര്, അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അവരെ പിടിച്ചുകൊണ്ട് പോയത്. അവർ പറയുന്നു, ഞാനും ഇതുപോലെ എൻ്റെ അമ്മയെയും സഹോദരനെയും ഫോണിലൂടെ വിളിച്ച് ഇവരെ ആക്രമിച്ച കാര്യവും ഇവർ കടന്നു വരുന്ന കാര്യവും ഒക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പേടിച്ച് കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചു. പക്ഷെ അവരെന്നെ കണ്ടെത്തി. അവസാനം ഇവരയച്ച മെസ്സേജും അങ്ങനെയാണ്, അവരെന്നെ കണ്ടെത്തിയിരിക്കുന്നു, അവരെന്നെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഇവർ സുഹൃത്തുക്കൾക്ക് അയച്ചത്. ഇവരുടെ അമ്മ, ഈ അമ്മയും സഹോദരനുമാണ് ഇവർ ഈ മെസ്സേജൊക്കെ അയച്ചിരിക്കുന്നത്, സുഹൃത്തുക്കൾക്കും അയച്ചിട്ടുണ്ട്. അതുപോലെ ഡോറൻ സ്റ്റെയിൻ ബ്രഷർ, ഈ മോചിപ്പിക്കപ്പെട്ട മൂന്നാമത്തെ ഇസ്രായേലുകാരി, അവർ ഒരു വെറ്റിനറി നഴ്സാണ്, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന. അവർ ഈ എമിലിയുടെ അയൽവാസിയാണ്, ഈ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആളാണ്. അവർ ശരിക്കും ഒരു ഇസ്രായേലി റൊമാനിയൻ പൗരയാണ്. അതുപോലെ ഈ എമിലി ശരിക്കും ബ്രിട്ടീഷ് ഇസ്രായേലി പൗരയാണ്. അവർക്ക് ബ്രിട്ടൻ, ഇസ്രായേൽ രണ്ട് രാജ്യങ്ങളിലും മാറി മാറി താമസിക്കാനുള്ള അവകാശമുണ്ട്. ഇവർ രാവിലെ 10:20 ഈ ഡോറൻ പിടിയിലാകുന്നത്. 10:20 അവർ ഇതുപോലെ ഫോണിലൂടെ വിളിച്ച് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ വിളിച്ച് കരഞ്ഞു. പക്ഷേ അവരെയും ഈ പറഞ്ഞതുപോലെ അവർ പിടികൂടി കൊണ്ടുപോയി. ഈ അവിടെ നിന്ന് 64 പൗരന്മാരെയും 22 പട്ടാളക്കാരെയും അല്ലാത്ത 19 പേരെയുമാണ് ബന്ദികളാക്കിയതെന്നാണ് ഇവർ പറയുന്നത്. ഈ മോചിപ്പിക്കപ്പെട്ട 3 പേരിൽ ഈ കിബുട്സിൽ നിന്നുള്ള അംഗങ്ങൾ പറയുന്നത്, വനിതകൾ പറയുന്നത് ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഇതില് പക്ഷേ എന്താണ്, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എത്ര മോചനം ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും അതിലേക്ക് പാലസ്തീനികളുടെ, അതെ അതെ, ഈ പട്ടാള നടപടി ഉണ്ടായതിനു ശേഷം, മിലിറ്ററി ആക്ഷൻ ഉണ്ടായതിനു ശേഷം ഇസ്രായേൽ ഗാസയിൽ നിന്ന് നിരവധി പാലസ്തീൻ പൗരന്മാരെ അല്ലെങ്കിൽ പാലസ്തീനികളെ, അതിനകത്ത് ഹമാസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് ഇസ്രായേലിലെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് 90 പേരെ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായിട്ട് 90 പേരെ ഇപ്പം മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പം 90-ന് പകരമാണ് ഈ 3 പേരെ മോചിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഒരു റേഷ്യോ. എന്തായാലും ഈ 90 പേരെ, കൂടുതൽ ആളുകളെ മോചിപ്പിച്ചത് ഇസ്രായേലാണ്. ഇസ്രായേൽ 90 പേരെ മോചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഹമാസ് 3 പേരെയാണ് വിട്ടിരിക്കുന്നത്. തുടർ ദിവസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ളവരെ മോചിപ്പിക്കാം എന്നാണ് കരാർ. ഈ കരാർ പൂർണ്ണമായിട്ടും പാലിക്കപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മോചിപ്പിക്കപ്പെട്ട വനിതകൾ പറയുന്നു, നിരവധി ആൾക്കാർ പിന്നെ എന്താ പറയണ്ടേ, വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി പേർ ഇപ്പോഴും തടവിൽ കഴിയുന്നു. ചിലരുടെയൊക്കെ സ്ഥിതി വളരെ മോശമാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മുറിവേറ്റിട്ടുണ്ട്, വലിയ തോതിൽ പരിക്കേറ്റവരുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ ശുഭപ്രതീക്ഷയോടെ ഇരിക്കുകയാണ്, ഇവർ മോചിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്നവർ പറയും. ചോദിച്ചോ. എന്തായാലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ വെടിനിർത്തൽ തങ്ങൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കാര്യം പുറത്തു വരുന്നുണ്ട്. നമുക്ക് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസവും ഹമാസിന് നേരെ ആക്രമണം ഉണ്ടായി. കാരണം കൃത്യമായ കണക്കുകൾ, എത്ര തങ്ങൾ ബന്ദികളാക്കി എത്ര ഇസ്രായേലികളെ മോചിപ്പിക്കുമെന്ന കണക്ക് ഹമാസ് പുറത്തു വിട്ടിട്ടില്ല. അത് കൃത്യമായിട്ട് പുറത്തു വിടാത്തിടത്തോളം കാലം ഈ വെടിനിർത്തൽ കരാറ് തങ്ങൾ അനുസരിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നതെന്ന് ചില മാധ്യമങ്ങൾ പറയും. അങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന് ഈ എത്ര ഇസ്രായേലി പൗരന്മാരെ അവിടുന്ന് കാണാതായി എന്നുള്ള കണക്ക് അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഇവരെല്ലാവരും ഹമാസിന്റെ കൈവശമുണ്ടോ? അവിടെ തടവിലാണോ? ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു? എത്ര പേർക്ക് പരിക്കുണ്ട്? എത്ര പേരെ ഇവർ ജയിലിലിട്ടിരിക്കുന്നു? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ കണക്കും ഹമാസ് പുറത്തുവിടുന്നില്ല. കാരണം ഹമാസ് ഒരു ഭരണകൂടമല്ല, അതൊരു ഭീകര സംഘടനയാണ്. ഇപ്പോൾ പാലസ്തീൻ ഭരണകൂടമായിരുന്നെങ്കിൽ ഈ കണക്കുകളൊക്കെ കൃത്യമായിട്ട് പുറത്തുവിട്ടേനെ. കാരണം അവർക്ക് രാജ്യാന്തര സമൂഹത്തോട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇവിടെ അതേസമയം അങ്ങനെ ഒരു ഉത്തരവാദിത്വവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഭീകര സംഘടനകളോട് ഒരു മൃദു സമീപനം സ്വീകരിക്കേണ്ട എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കാനും വീണ്ടും ആക്രമിക്കാനുമുള്ള സാധ്യതയുണ്ട്. താൽക്കാലികമായൊരു ശാന്തി മാത്രമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. തൽക്കാലത്തേക്കൊന്ന് വെടിനിർത്തൽ വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും മുഴുവൻ പൗരന്മാരെയും മോചിപ്പിക്കാതെ ഇസ്രായേൽ അടങ്ങില്ല.
അവർ തരുമ്പും അക്കാര്യത്തിൽ വിട്ടുകൊടുക്കില്ല. തീർച്ചയായും നഷ്ടപ്പെടുന്ന ഓരോ ജീവനും പകരം ഹമാസ് വലിയ വില കൊടുക്കേണ്ടി വരും.